സ്തുതിയായിരിക്കട്ടെ. ഒരു രാജ്യത്തെ അടിമയാക്കാൻ ചങ്ങലകൾ മതി, എന്നാൽ ഒരു മനുഷ്യനെ അടിമയാക്കാൻ അവന്റെ ഉള്ളിലെ ദൗർബല്യങ്ങൾ മതി. ഈ ചിന്താവാക്യം ഇന്ന് ഓഗസ്റ്റ് 15 പ്രസക്തി വീണ്ടും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. കാരണം 1947 ഓഗസ്റ്റ് 15 നമ്മുടെ രാജ്യം വിദേശാധിപത്യത്തിന്റെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞു. എന്നാൽ ഇന്നും മനുഷ്യൻ സ്വാർത്ഥതയുടെയും അടിമത്തത്തിന്റെയും അഴിമതിയുടെയും പാപത്തിന്റെയും ചങ്ങലകളിൽ ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നുവെങ്കിൽ ഈ സ്വാതന്ത്ര്യം പൂർണ്ണമാകുന്നില്ല. ഭാരതമാതാവ് നമ്മെ സ്വാതന്ത്ര്യത്തിന്റെ ഉയരം കാണിച്ചു തരുമ്പോൾ സ്വർഗാരൂപതിയായ മാതാവ് വിശുദ്ധിയുടെ ഉയരം നമ്മെ പഠിപ്പിക്കുന്നു. ഒരു രാജ്യത്തിന് സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ചരിത്രം സൃഷ്ടിക്കും, എന്നാൽ ഒരു മനുഷ്യന് ആത്മീയ സ്വാതന്ത്ര്യം ലഭിക്കുന്നത് ജീവിതം തന്നെ മാറ്റിമറിക്കും. അതുകൊണ്ടാണ് നാം ഇന്ന് ആഘോഷിക്കുന്ന ഈ രണ്ട് സംഭവങ്ങളും പരസ്പരം പൂരകങ്ങളാകുന്നത്. സ്വാതന്ത്ര്യം എന്നത് കടലാസിൽ എഴുതി ചേർത്ത ഏതാനും വരികളല്ല, അത് കോടിക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയാണ്, സ്വപ്നമാണ്, ത്യാഗമാണ്. അധിനിവേശത്തിന്റെ കറുത്ത കരങ്ങൾ ഭാരതാംബയുടെ മാറിലേക്ക് ആഴ്ന്നിറങ്ങിയപ്പോൾ സ്വന്തം പ്രാണനേക്കാൾ ഉപരിയായി ഈ നാടിനെ സ്നേഹിച്ച ഒരു കൂട്ടം മനുഷ്യർ ഇവിടെ ഉണ്ടായിരുന്നു. ജയിലറകളുടെ ഇരുട്ടിലും തൂക്കുമരത്തിന്റെ തണലിലും അവർ സ്വപ്നം കണ്ടത് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വതന്ത്രമായ ആകാശമാണ്. അതേ ദിനം തന്നെ നാം മറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അതും ഒരു വലിയ സ്വാതന്ത്ര്യത്തിന്റെ കഥയാണ് നമ്മോട് പറയുന്നത്. ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറഞ്ഞ ദൈവഹിതത്തിന് മുമ്പിൽ തന്നെ തന്നെ പൂർണ്ണമായി സമർപ്പിച്ചവളാണ് പരിശുദ്ധ മറിയം. ജീവിതത്തിലുടനീളം ലാളിത്യവും വിശുദ്ധിയും കാത്തുസൂക്ഷിച്ച ആ അമ്മയെ ദൈവം ആത്മാവോടും ശരീരത്തോടും കൂടി സ്വർഗത്തിലേക്ക് ഉയർത്തി. ലോകം ജയങ്ങളെ അളക്കുന്നത് അധികാരവും പണവും കൊണ്ടാണ്, എന്നാൽ ദൈവം ജയത്തെ അളക്കുന്നത് സ്നേഹവും വിശ്വസ്തതയും കൊണ്ടാണെന്ന് മറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മറ്റുള്ളവർക്കായി ജീവിക്കുമ്പോഴാണ് ഒരു മനുഷ്യൻ യഥാർത്ഥത്തിൽ സ്വർഗീയനായി മാറുന്നത്. ആകയാൽ പ്രിയമുള്ളവരെ, ഇന്ന് നമ്മുടെ മാതൃരാജ്യവും പരിശുദ്ധ അമ്മയും നമ്മോട് ആവശ്യപ്പെടുന്നത് ഒരേ ഒരു കാര്യമാണ്: സ്നേഹത്തിലും ഐക്യത്തിലും ജീവിക്കുക. വർഗീയതയുടെയും വിദ്വേഷത്തിന്റെയും മതിലുകൾ ഉയരുമ്പോൾ അവിടെ സ്നേഹത്തിന്റെ പാലങ്ങൾ പണിയാൻ നമുക്ക് സാധിക്കണം. പാവപ്പെട്ടവന്റെ കണ്ണീരൊപ്പാനും സഹജീവികളെ സഹായിക്കാനും നമുക്ക് മനസ്സുണ്ടാകണം. സ്വാതന്ത്ര്യം എന്നാൽ എന്ത് തിന്മയും ചെയ്യാനുള്ള അനുവാദമല്ല, മറിച്ച് എന്ത് പ്രതിസന്ധി വന്നാലും നന്മ മാത്രം തിരഞ്ഞെടുക്കാനുള്ള ധൈര്യമാണ്. മാതാവ് കാണിച്ചു തന്ന ആ സ്നേഹത്തിന്റെയും വിശ്വാസത്തിന്റെയും പാത പിന്തുടരുമ്പോഴാണ് നമ്മുടെ ഭാരതീയതയും ക്രൈസ്തവ വിശ്വാസവും അർത്ഥപൂർണമാകുന്നത്. പരിശുദ്ധ മറിയത്തിന്റെ സ്വർഗാരോപണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ദൈവം ഒരിക്കലും വിശ്വസ്തതയെ മറക്കില്ല എന്ന സത്യമാണ്. സ്വാതന്ത്ര്യദിനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ത്യാഗം ഒരിക്കലും വ്യർത്ഥമാകില്ല എന്ന സത്യമാണ്. ഇന്ന് ദേശീയ പതാക ഉയരുമ്പോൾ നമ്മുടെ മനസ്സാക്ഷിയും ഉയരണം. പരിശുദ്ധ കന്യകാമറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ ആഘോഷിക്കുമ്പോൾ അവളുടെ വിശ്വാസവും സ്നേഹവും സഹനവും നമ്മുടെ ജീവിതത്തിലും വിരിയണം. സ്വർഗാരോപിതയായ മാതാവ് നമ്മോട് പറയുന്നു: ദൈവത്തിൽ വിശ്വസിക്കൂ, അവിടുന്ന് നിങ്ങളെ ഉയർത്തും. സ്വാതന്ത്ര്യത്തിലേക്ക് ഉയർത്തപ്പെട്ട ഭാരത മാതാവ് നമ്മോട് പറയുന്നു: ത്യാഗത്തെ മറക്കരുത്, ഉത്തരവാദിത്വത്തോടെ ജീവിക്കൂ. ഈ രണ്ട് ശബ്ദങ്ങളും ഒന്നിച്ചു ചേരുമ്പോൾ ഒരു പുതിയ ഭാരതം ജനിക്കും. വിശ്വാസവും സ്നേഹവും മൂല്യബോധവുമുള്ള ഭാരതം. ആകയാൽ ഈ സുദിനത്തിൽ പരിശുദ്ധ കന്യകാമറിയത്തെ പോലെ വിശ്വസ്തരാകാനും ക്രിസ്തുവിനെ പോലെ സ്നേഹിക്കാനും സ്വാതന്ത്ര്യ സമര സേനാനികളെ പോലെ ത്യാഗികളാകാനും നമുക്ക് പ്രതിജ്ഞയെടുക്കാം. എല്ലാ പ്രേക്ഷകർക്കും സ്വാതന്ത്ര്യദിന ആശംസകളും മറിയത്തിന്റെ സ്വർഗാരോപണ തിരുനാൾ ആശംസകളും നേരുന്നു.